ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഇന്ന് നമ്മോടൊപ്പം വിന്നേഴ്സ് ടോക്കിലുള്ളത് ജയലക്ഷ്മിയാണ്. ജയലക്ഷ്മി റീസെൻ്റ് ആയിട്ട് നടന്ന ഖത്തർ പ്രൊമറ്റിക് എക്സാം വിന്നറാണ്. സോ നമുക്ക് ജയലക്ഷ്മിയോട് ചോദിക്കാം, ഒരു എക്സാം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എജ്യൂസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, എജ്യൂസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ ഒരു വിജയത്തിലേക്ക് എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജയലക്ഷ്മിയോട് തന്നെ ചോദിച്ചറിയാം. വെൽക്കം. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷത്തിലാണല്ലേ, കാരണം നമ്മുടെ എക്സാം എഴുതി പാസ്സായി. അപ്പം എന്ത് തോന്നുന്നു, ഇപ്പോൾ എക്സാം പാസ്സായപ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. കാരണം കുറച്ച് ടൈമിലാണ് ഞാൻ വന്ന് ചേർന്നതെങ്കിലും വളരെ നല്ല ക്ലാസ്സുകളും നല്ല ഒരു എന്തോ പറയുക ഇൻസ്പിറേഷൻ തന്ന് നല്ലൊരു മോട്ടിവേഷനൊക്കെ തന്ന് സാറിൻ്റെ ക്ലാസ് ആയിരുന്നാലും വിധു മാമിൻ്റെ ക്ലാസ് ആയിരുന്നാലും വളരെ നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു. കാരണം ഓരോ ഇത് നമുക്ക് എടുത്തെടുത്ത് പറഞ്ഞു തന്നു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എനിക്ക് അത് അത്രയും നല്ലതായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആ ക്ലാസ്സുകളെല്ലാം. അതായത് ക്ലാസ്സുകൾ എല്ലാം മനസ്സിലാകുന്ന തരത്തിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു ഒരു എക്സാം കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്? ഒരു പകുതിയോളം വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. കാരണം എഡ്യൂസിൽ സാറ് പറഞ്ഞ അറബ് നേഴ്സസ് വർക്കൗട്ട് ചെയ്യണമെന്ന്, അതിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഉപയോഗപ്പെട്ട്. അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വിധു മാം പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിൽ. അതും എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ നമ്മുടെ ക്രാഷ് കോഴ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതിൽ നിന്നൊക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി ഏകദേശം? അതിൽ നിന്നും ഏകദേശം ഞാൻ പറഞ്ഞല്ലോ സാർ, ഒരു 50% എനിക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടി. അതേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കി അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബാക്കിയുള്ളത് കിട്ടിയേക്കുന്നല്ലേ? അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഒരു കോച്ചിങ് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു? അതായത് എത്രത്തോളം ഒരു എക്സാം എഴുതുമ്പോൾ എത്രത്തോളം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടാണോ എഴുതിയത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ സാർ, 1 മന്തിൻ്റെ ഒരു ഡ്യൂറേഷനിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തായതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെ ഇവിടുത്തെ സപ്പോർട്ടും, പ്രത്യേകിച്ച് സാറിൻ്റെയും മാഡത്തിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇതായിരുന്നു. അപ്പോൾ അത്രയും ഒരു നമുക്കൊരു മെൻറ്റാലിറ്റി, ഒരു ഇത് കിട്ടും, നമുക്ക് ആ ടെൻഷൻ കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു എഫക്റ്റീവ് ആയിട്ട് മെന്റർഷിപ്പ് കൂടെ ഉണ്ട്. അതല്ല മെന്റർഷിപ്പ്, അതായത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ, അതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? അതായത് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് ക്ലാസ്സുകളൊക്കെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നു? അതിന്റെ ഫോളോ അപ്പ്, നമ്മുടെ മെന്റേഴ്സിന്റെ ഫോളോ അപ്പ് ഏകദേശം അത് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലും എനിക്ക് ആ റെക്കോർഡ് ക്ലാസ് എടുത്ത് പഠിക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് അത് എടുത്ത് ബെനിഫിറ്റ് ആയിരുന്നു അല്ലേ? ഇതിനു മുന്നേ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പം അങ്ങനെ പഠിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മളോട് കൂടെ ജോയിൻ ചെയ്ത് പഠിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എനിവേ, ജയിച്ചതിന് അല്ലെങ്കിൽ എക്സാം പാസ്സായതിന് വളരെ കൺഗ്രാജുലേഷൻസ്. ഇനി ജീവിതത്തിൽ വളരെ ഉയർച്ചയിലേക്കൊക്കെ എത്താൻ ദൈവം സഹായിക്കട്ടെ കേട്ടോ. താങ്ക് യു സാർ.